السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ಪ್ರಸ್ತುತ ಕಂಚಿನಡ್ಕ പ്രദേശത്തുള്ള എൻ്റെ മുന്നിലും അതേ രൂപത്തിൽ മൈക്കിൽ സ്പീക്കറിൽ ഈ ഒരു വേദിക്കരെ സുത്തും സൗണ്ട് കേട്ടുകൊണ്ടുള്ളതായ സഹോദരി സഹോദരന്മാരെ, ഡ്രഗ്സ് മുക്ത അഭിയാന കാര്യക്രമത്തിൽ ഷഹാബ് തലപ്പാടി ഞങ്ങളുടെ മുന്നിലും ചെന്നതായ വിഷയം അങ്ങ് കേട്ട ಅದರ ಗಂಭೀರತೆ, ಅದರ ಆ ಒಂದು ಸೀರಿಯಸ್ನೆಸ್ ಎಂದರೆ ಚಂತು നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ആക്കിയ നിങ്ങളെ സമുദായത്തിലുള്ള വ്യത്യസ്ത ജാതിയിലുള്ള ബാലക്രന്മാർ, അത് ആണുങ്ങാവട്ടെ പെണ്ണുങ്ങാവട്ടെ, ഇതിലെ ഒരു കപ്പിമുഷ്ടി എങ്ങനെ ട്രാപ്പായിട്ട് അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടുള്ള ചെന്തും നിങ്ങൾ ക്ലിയറായി മനസ്സിലാക്കിയ കോർട്ടിലും ഒന്നരയും അബ്ബറയും മുന്നോളു 10-18 വർഷ അങ്ങനെ ಖರ್ಚಿല്, അങ്ങനെ ലാലനല്, അങ്ങനെ പിരിസത്തിൽ ബലനതായ പെണ്ണ് ലാസ്റ്റ് ഒരു ഓപ്ഷൻ കൊടുക്കൊരു ജഡ്ജ് നിക്ക് ആറൊട്ടിക്ക് വേണമെങ്കിൽ പോവാൻ നമ്മൾ കേട്ട വിഷയ. അതൊരു വീഡിയോ വേണമെങ്കിൽ യൂട്യൂബിൽ തേടി നമുക്ക് കിട്ടും. മോള് നീ ആറൊട്ടിക്ക് പോണ്ട, ഉമ്മബറൊട്ടിക്ക് നീ പോണ്ടേ, അല്ല നീന് ചെറുക്കറൊട്ടിക്ക് പോണ്ടേ. ആ പെണ്ണിക്ക് ഇപ്പൊ മുമ്പ് നോവുണ്ട്, സൗണ്ട് ഉണ്ട്, ವಾದ ಹಾಕೋಗು ಲಾರೆ ಪಾಯಿಂಟ್ ಅವ್ರಿಗೆ ಚೆಲ್ಲೋಗುಂತುಂಡು
ഇത്രാമത്തെ ഇതിൽ ഇത്രാത്മത്തെ ಕಾನೂನು ಸಂಹಿತೆಯಲ್ಲಿ ഇങ്ങനെ ഉണ്ട് ചൊಂತೆಲ್ಲ ಗೊತ್ತುಂಡು. ಅವಳಿಗೆ ಫಸ್ಟ್ ಅಮ್ಮ ಅಪ್ಪ അല്ലെങ്കിൽ ആ ചൊಂತು മുണ്ടకు పడిపాటేది ಅವಳ ఉమ్మాయితికరు. ఉమ్మ చొల్లకు పడిపాటేది ఆ ఉమ్మాయితికరు. అబ్బా చొంತು పడిపాటేది ఆ ఉమ్మాయితికరు. ಆ ಉಮ್ಮ ಅಬ್ಬರ ಎದುರು ಧೈರ್ಯ ಸಮೇತ ನಿಂಗ ಬೇಡ, നിങ്ങളൊട്ടിക്ക് ഞാൻ ബണ്ടില്ലേ, നക്ക് നിങ്ങളൊട്ടിക്ക് പറയുന്നത് ഇഷ്ടമില്ലേ, നിങ്ങളെ സെലക്ട് ആക്കു ചെന്നപ്പോൾ നിങ്ങളെ ഞാൻ സെലക്ട് ആക്കില്ലേ, നക്ക് മുഞ്ഞാണ്ട് കണ്ടിട്ടുള്ള ചെറുക്ക മയ്യാവു അവൻ്റെ ഒട്ടിക്ക് ഞാൻ പോണ്ടേ, അവനായിത്തിക്കറിന് എൻ്റെ ലൈഫ്, അവനായിത്തിക്കറിന് എൻ്റെ സംഗാತಿ, അവൻ്റെ ഒട്ടിಗೆ ನಾನು ಲೈಫ್ ಸ್ಪೆಂಡ್ ಹಾಕರೆ, അവൻ്റെ ഒട്ടിಗೆ ನಾನು ಬಾಳ್ವಿಕೆ ಹಾಕರೆ ചൊಂತು ചൊല്ലಗು ಮಾತ್ರ ആ ഒരു പെണ്ണിಗೆ കിട്ടിയ ധൈര്യ അത് അവിടുന്ന് കിട്ടിയത്. ദൈത്തിക്കൊരു ക്വസ്റ്റ്യൻ, ബ്രാഹ്മണു ഞങ്ങളൊട്ടിಗೆ ಬಾ, ಅಬ್ಬಲ್ಲ ನಿಂದೆ ಚೊಲ್ಡದು, ನಾನು ನಿಂದೆ ಉಮ್ಮ ಚೊಲ್ಡದು ಬರು. ജീപ്പില് പോകുമ്പത്തുകു ജീപ്പിലു പോകേണ്ട സന്ദർഭത്തിൽ ഉമ്മ വിളിക്കരുത്, കണ്ണ് കീഴാക്കിത്ത് ചെറിയ സൗണ്ടിൽ ചൊല്ലും നക്ക് അയാൾമയ്യാവും. ഇടക്കിടക്ക് വന്നിട്ടുണ്ട്, ಯಾರಕ್ಕೆ ഷൂട്ടിംഗ് ആയി ഉണ്ടില്ല, റെക്കോർഡായിട്ടില്ല, ചൊന്തലായിട്ട് അതായിരിക്കും സത്യ. പിന്നെ ചൊന്നത് ഡ്രഗ്സിന്റെ വിഷയത്തിൽ ಸ್ವಂತ ಉಮಾಮರೆ ಅದೇ ರೂಪದಲ್ಲಿ ಅಜ್ಜರೆ കയ്യിലുള്ളതായ ഹൂരെ ആ ഒരിതുണ്ടല്ലോ പൂ വെക്കുന്നതായ ചട്ടി അത് പൊടിച്ച് തലക്കടിച്ചിട്ട് കൊന്നിട്ടു. അതിന് പിന്നെ അത് എന്താക്കിയ ചൊന്ത് അവനൊന്നും കൊണ്ടില്ലാത്തൊരവസ്ഥ. എന്തുകൊണ്ടു ഇങ്ങനെ ഞങ്ങളുടെ സമൂഹത്തിലുള്ള ആൾമാർ എത്തിക്കൊണ്ടുള്ളാറ് ഉടയത്തിക്കുന്ന എന്റെ വിഷയത്തിലെ പ്രസക്തി അല്ലെങ്കിൽ അതിലെ ഒരു ഇമ്പോർട്ടൻസ് നോക്കുന്നു. ಅವನು ಎಂದಾಕಿಯುಂಟುಳ್ಳೇ ಚೊಂತು ಅವನು ಗೊಂತಿಲ್ಲ, ನಾನಾರು ಚೊಂತು ಅವನು ಗೊಂತಿಲ್ಲ, ನಾನೊരു മനുഷ്യ മനുഷ്യ പിശാചായിട്ടുള്ളേ ചൊന്തുള്ളത് അവന് ಗೊಂತಿಲ್ಲ. ഇങ്ങനെ ആവുകൂ ഞങ്ങളുടെ സമൂഹത്തിലുള്ള ആൾമാർക്ക്, ഇങ്ങനെ ആവുകൂ, എങ്ങനെ അതാവുകൂ. അതേ രൂപത്തിൽ ഇന്നലെ ഇന്നുള്ള കുറെ കേസ് വന്ന് കേരളത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ കേസ് വന്നിട്ടുണ്ട്. വേറെ ധർമ്മത്തിലുള്ള ആൾമാരുണ്ട്, അവരെ സുധാരണ ആക്കരുതും, അങ്ങ് ഉപദേശം ആക്കരുതും, അങ്ങ് നസിഹത്ത് കൊടുക്കരുതും, അങ്ങ് അതിനെ നിന്ന് തടയരുതും, അങ്ങ് ശിക്ഷ കൊടുക്കരുതും, അങ്ങനെ ബഹിഷ്കാരം ആക്കരുതും, അങ്ങ് വേണ്ടി ബുദ്ധിമാന ചൊന്തു കൊടുക്കും. അങ്ങനെ ആൾമാരുള്ളാറ് സമൂഹമുണ്ട്, അങ്ങനെ സൊസൈറ്റി ഉണ്ട്, അതിന് വേണ്ടിയിട്ടുള്ളതായ വ്യവസ്ഥ അങ്ങാക്കുവാറ്. അങ്ങനെ ഞങ്ങളുടെ സമൂഹത്തിലുള്ള ബാലക്കാർമാർക്ക് എന്ത് ഈ അവസ്ഥ ಬಂತು? പെണ്ണിങ്ങ ബുർക്കയിട്ട പെണ്ണിങ്ങ, കണ്ണ് മാത്രം ബാക്കിയെല്ലാം മറിച്ചിട്ടുള്ളതായ പെണ്ണിങ്ങ, അങ്ങനെ നടുലു വെച്ച് കൊമ്പോണ്ടതായ ഇങ്ങനത്തെ ഉള്ളതായ അമുൾ പദാർത്ഥ, ഡ്രഗ്സ് പദാർത്ഥ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യത്യസ്ത രൂപത്തിലുള്ളതായ എന്ത് വന്നിട്ടുള്ളതായ സിന്തറ്റിക് ഡ്രഗ്സ് വ്യത്യസ്ത രൂപത്തിൽ ലാബില് സ്പെഷ്യലായി കൊമ്പത്ത് സ്പെഷ്യലായിട്ടുള്ള കെമിക്കൽ അതൊരു റെസിപ്പിയെല്ല അതാക്കിട്ട് മിക്സ് ആക്കിയിട്ട് സിന്തറ്റിക് ഡ്രഗ്സ് കാണുമ്പോൾ കൈക്ക് സാധനം കാണല, കയ്യിൽ ഒരു സെല്ലോ ടോപ്പ് വെച്ചിട്ട് ഇങ്ങനെ 10 പാട്ടിട്ടുണ്ടെങ്കിൽ ആരും കാണുകയില്ല, മണയില്ല, ഒന്നുമില്ല. കൊടുത്തെങ്കിൽ അത് ആറുക എന്ത് രൂപത്തിൽ ഏത് രൂപത്തിൽ കൊടുത്തു ചൊന്തും ചൊല്ലകൊന്താവത്ത രൂപത്തിലുള്ളതായ മാദക ദ്രവ്യ ശരീരത്തിൽ വ്യത്യസ്ത ഭാഗത്ത് വെച്ചിട്ട് കോളേജിലും മക്കകും വ്യത്യസ്തമായിട്ടുള്ള അതേ പ്രായത്തിലുള്ള ആണിങ്ങകും പെണ്ണിങ്ങകും കൊടുക്കുറെ കേസില് ഞങ്ങളാൽമാർ എങ്ങനെ അങ്ങ് അപരാധി സ്ഥാനത്തിൽ ബന്ധ തല കീഴാക്കിയിട്ട് നിന്നുകൊണ്ടുള്ളാറ്. ഉടയത്തിക്കര് നക്ക് തന്നിട്ടുള്ളതായ ടോപ്പിക്കിന് പ്രസക്തി. ഉമ്മ അബ്ബഗ് മക്കളോടുള്ളതായിട്ടുള്ളതായ കുറെ ಹೊಣೆಗಾರಿಕೆ ഉണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് കറക്റ്റ് ആയിട്ട് ആക്കാത്ത കാരണത്തിലായിട്ടിക്കര് ശരിക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ ബന്ധുള്ളത്. റായിട്ട് വ്യത്യസ്ത വിഷയമുണ്ട്, ഇൻഷാല്ലാ അതെല്ലാം തെല്ലുമുണ്ടോകുണ്ടു. നക്ക് തന്നിട്ടുള്ളതായ ടൈം ഉൾക ನನ್ನ ವಿಷಯത്തിൽ ಮ್ಯಾಕ್ಸಿಮಮ್ ಆಯ್ತುಳ್ಳದಾಯ ഒരു പലക ಅದು ಮುಂಡೋಗಾಯ್ತಿക്കര്, ಅದು പലക പറയുകയായിത്തിക്കര്, സ്പീച്ച് ആക്കുകയായിത്തിക്കര്, മണവടിക്ക് ആക്കുകയായിത്തിക്കര് നാം ഉദ്ദേശിച്ചിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അതുള്ള തൗഫീഖ് തന്നാവട്ടെ. ഞാൻ ഇത്രത്തോളം ചൊന്നത് ഒരു പീപ്പിക്ക മാത്ര. ഈ 3 ചൊന്ന വിഷയം ഞങ്ങളെ മനസ്സിൽ പറഞ്ഞു. ഇതിലെല്ലാം ഞങ്ങളെ മക്ക മുസ്ലിം മക്ക എന്തുകൊണ്ട് ഇൻക്ലൂഡ് ആയാറ് ചൊന്തുള്ള ആ ഒരു ക്വസ്റ്റ്യനുക്ക് ഞങ്ങൾക്ക് ഒരേ ഒരു ജവാബ് ചൊല്ലുള്ളത് തർബിയത്തുൽ ഇസ്ലാം, ഇസ്ലാമിക് ശിക്ഷണ നിങ്ങളെ മക്കൾക്ക് കൊടുക്കേണ്ട രൂപത്തിൽ കൊടുക്കേണ്ട ടൈമിലും കൊടുക്കാത്ത കാരണത്തിലായിട്ടിക്കര് അങ്ങ ഉമ്മ അബ്ബ ഭൂമിക്ക് അങ്ങനെ പെറ്റിട്ട് തായിട്ട് മാത്ര അങ്ങക്ക് കൊടുക്കേണ്ടതായിട്ടുള്ളതായ ശിക്ഷണ അതുള്ളതായ ഒരു മൂല്യബോധ ചൊല്ലത് അങ്ങൊരു വാല്യൂസ് അത് കൊടുക്കാത്ത കാരണത്തില് ആ മക്ക നിസ്കാരമില്ല, നോമ്പില്ല, ധർമ്മച്ചിനെ പിറകെ പോകണ്ടാറ്, കള്ളു കുടിക്കാറ്, ഗാഞ്ച വലിക്കാറ്, MDM യൂസ് ആക്കാറ്, അതേ രൂപത്തിൽ വേറെ രൂപത്തിൽ എന്താക്കാറ് എല്ലാം ആക്കാറ്. അപ്പൊ എന്ത് വേണം? അത്
അത് ഉമ്മ അബ്ബക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പടിപ്പാട്ടിയ രൂപത്തിൽ കുറെ ಹೊಣೆಗಾರಿಕೆ ഇസ്ലാമിലു മക്കളൊട്ടിಗೆ ഉമ്മ അബ്ബ ആക്കി തീർക്കേണ്ടതായ ಹೊಣೆಗಾರಿಕೆ അത് മങ്ങിലായ മക്കായ പിന്നെ അല്ല. പിന്നെ ഒരാൾ മങ്ങിലാവുടെ മുന്നമേ ഇസ്ലാം അങ്ങനെ ഇനി ആവുകയുള്ളതായ മക്കളെ വിഷയത്തിലുള്ള ಹೊಣೆಗಾರಿಕೆ പടിപ്പാട്ടി കൊടുത്തോണ്ടുണ്ടോ. അതെങ്ങനെ? ഒരാൾ പ്രായപൂർത്തിയായിട്ട് അവನು ഇബാദത്ത് മുക്കല്ലഫായിട്ട് ഇബാദത്ത് ഇതിക്ക് വരുമ്പത്തുകെ സഹോദരി സഹോദരന്മാരെ ഉമ്മമാരെ ഈ വ്യത്യസ്ത ഭാഗത്ത് കൺഷനടുക്കലിന്റെ സൗണ്ട് കേട്ടോണ്ടുള്ള സഹോദരിമാരെ മങ്ങിലാവാത്ത പ്രായപൂർത്തിയായിട്ട് മങ്ങിലാവുക 10-17 വർഷമായിട്ടുള്ള എല്ലാവരും ദുആക്കണം. എങ്ങനെ? വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പടിപ്പാട്ട് എന്തായിട്ട് പടിപ്പാട്ടത്? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹ് നക്ക് കിട്ടേ ചെറുക്ക പെണ്ണ് ദുആക്കണം. ആണായെങ്കിൽ നക്ക് കിട്ടേ പെണ്ണായി ആവുള്ളൂ. അങ്ങനെ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ സ്വാലിഹായ നക്ക് കണ്ണിಗೆ ಸಂಪು ತಂದೆ ಕಣ್ಣಿಗೆ ನಕ್ಕೆ ನನ್ನ ಮನಸ್ಸಿಗೆ ഒരു ആശ്വാസ തൻ്റെതായ സമാധാന തൻ്റെതായ നിന്റെ കുടുംബത്തിൽ അങ്ങനത്തെ ആൾമാരെ നീ നക്ക് ജോഡിയായി തരണം. അങ്ങനത്തെ ആൾമാരെ ജോഡിയായി തരണം. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. മുത്തഖീന സൂക്ഷ്മത്തെ ചൊന്നെങ്കിൽ ഒരു ഹറാമോ ചൊന്തല്ല, ഹറാം ഔಡ ചൊന്തു കാണുമ്പത്തുവേ പേടി. നിന്റെ സൗണ്ട് തല്ലി ആറാവുട ചൊന്തു ആ പെണ്ണ് പേടിക്கிறாள். വേറെ ആൾ കേട്ടെങ്കിൽ തൊന്തരാവുക, അന്യപുരുഷന്റെ സൗണ്ട് കേട്ടൻ തൊന്തരാവുക. അങ്ങനെ പേടിக்கிறതായ പെണ്ണിനെ നക്ക് പെഞ്ഞയാക്കി തരണല്ല. ആണുങ്ങളൊട്ടിಗೆ പോയിട്ട് സേലാക്കി മുണ്ട പെണ്ണല്ല. അന്യ ആൺമാരെ ഒട്ടിಗೆ മുണ്ടി ഉണ്ടു ചാറ്റാക്കരുതും അതേ രൂപത്തിൽ കോളാക്കിത്തും അങ്ങളൊട്ടിಗೆ ഇങ്ങനെ സേലാക്കി മുണ്ട പെണ്ണുങ്ങല്ല, ഔറത്ത് കാട്ടി നടക്കുന്ന പെണ്ണല്ല. അത് ജസ്റ്റ് ഒരു നന്റെ സൗണ്ട് ആറായെങ്കിൽ അത് ഹറാമോടെ ചൊന്ന് പേടിക്കരെ ഒരു കുടുംബ അങ്ങനത്തെ ആളെ നക്ക് തറന്നു. ഫസ്റ്റ് ഇങ്ങനെ ദുആക്കി ഒണ്ടിക്കോണു. അതേ രൂപത്തിൽ മങ്ങിലാവുമ്പത്തുക്ക് സാന ഒരു നല്ല ഒരു ഭൂമി അവിടെ ഞങ്ങൾക്ക് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും വിത്തിട്ടെങ്കിൽ ആ മണ്ണരെ pH എല്ലാം നോക്കിയിട്ട് കറക്റ്റ് ഇന്നെങ്കിൽ തണ്ണി കിട്ടുന്ന രൂപത്തിൽ ഇന്നെങ്കിൽ അവിടെ നല്ല ഒരു ഫസൽ കിട്ടും. ഞങ്ങൾക്ക് നല്ല രൂപത്തിൽ തരക്കാരിയാവും. നല്ല രൂപത്തിൽ അവിടെ തൈയെല്ലാം വളർന്നിട്ട് ഞങ്ങൾക്ക് അതിലെ കൃഷി ആദായം ഞങ്ങൾക്ക് കിട്ടും. അതുപോലെ ഒരു പെണ്ണൊരു സെലക്ടർ ആക്കുമ്പോഴേ ഒരാണായിട്ടുള്ളോണു നക്ക് ഇനി നന്റെ പിന്നെ അവിടേതായ സമുദായ ഒരു സമൂഹ സൊസൈറ്റി അത് എങ്ങനെ ഉണിച്ചിട്ടുള്ള കൺസെപ്റ്റ് ഇക്കണു. നന്റെ അവനാക്കുമ്പോഴത്തേക്ക് എവിടുന്ന് ഗാളി പണ്ട്, എവിടുന്ന് വെളി പണ്ടത്, എവിടെ തണ്ണി കിട്ടു, എവിടെ സ്കൂളുണ്ടോ, എവിടെ ഓടുണ്ടോ, ചൊന്തുള്ള എല്ലാ വിഷയം ക്ലിയർ ആക്കലല്ലേ. അതേ രൂപത്തിൽ മങ്ങിലാവുടെ മുന്നോലും ഈ പെണ്ണ് കൊണ്ടുതന്നെ എന്റെ മക്കൾക്ക് എന്ത് ഉപകാര, എന്റെ ഉമ്മക്ക് എന്ത് ഉപകാര, നക്കെന്ത് ഉപകാര, ഈ സൊസൈറ്റിക്ക് എന്ത് ഉപകാര ചൊന്ന് ചിന്തിക്കണം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പടിപ്പാടുന്നുണ്ട്, തുൻകഹുൽ മർഅതു ലിഅർബഅ. ഒരു പെണ്ണ് 4 വിഷയത്തിന് മങ്ങിലാവുക വേണ്ടി താണ് റെഡിയാവുടാ. ഒരു പെണ്ണിനെ 4 വിഷയത്തിന് ഒരാൾ റെഡി ആവുക മങ്ങിലാവുക. ഒന്നാമത്തത് പൈസ നോക്കിട്ട് മങ്ങിലാവുടെ ആൾമാറുള്ളാറ്. ഒരബ്ബകത്തെ തോട്ട എത്ര ഏക്കറുണ്ട്, ഒരവ 2 തട്ടരജമ, ഒരബ്ബക്ക് കാറുണ്ട, ഓളുക്ക് വേറെ അബ്ബക്ക് വേറെ മക്കയിട്ട് അവകാശം വേറെ ആൾമാരുണ്ട. അല്ല 2 ആൾ ഓള് ഒരു മൂല നക്കെ കിട്ടുക. ഇങ്ങനെ വിചാരിച്ചിട്ട് മങ്ങിലാവുടെ ആൾ അവ പൈസക്കേ ഉള്ളൂ, അതിലെ വളർന്നോളൂ. അത് വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി നോക്കാം. രണ്ടാമത്തെ കുറെ ആൾമാർ മങ്ങിലാവുടെ നക്ക് പാപ്പത്തായ ബിസില്ല ചുണ്ടിക്കണു, വെളുത്തിക്കണു, ഹൈറ്റ് ഇത്ര വേണു, ഇങ്ങനെ ചബ്ബി വേണു, അല്ലെങ്കിൽ സ്ലിം ആയിട്ടിക്കണു, കണ്ടെങ്കിൽ നക്ക് അങ്ങനെ എല്ലാ ഫ്രണ്ട്സിന്റെ ഇടയിലല്ല നക്ക് ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കും നല്ല ആ ഒരു ഇത് കിട്ടണു. ഇങ്ങനെ എത്രയോ 10, 20, 30 കണ്ടിട്ട് ഓണക്ക് തൃപ്തിയേ ഇല്ല. കാരണം ഒന്നൊക്കെ ചന്ത മാത്രം. അവളെ കുടുംബത്തിലെ ഒരു തറവാട് ചൊല്ലാറ് കുടുംബ മഹിമ. അവൾ ആ ഒരു കുടുംബത്തിലെ പെണ്ണ്, അവൾ അങ്ങനത്തെ ഒരു കുടുംബത്തിലെ ആൾമാർ, അങ്ങനെ ഫാമിലി അങ്ങനെ അപ്പൊ അതൊരു ഗത്തു ഗണത്തെ. കാരണം അങ്ങനെ ചൊന്നും കൂണുക എന്തെങ്കിലും രാജകീയത്തിന്റെ ലാഭമുണ്ട്, അതും വേണ്ടിയിട്ട് മങ്ങിൽ അവിടെ ആൾമാരുള്ളാറ്. നാലാമത്തെ ഒരു വ്യക്തിയുള്ള ദീന് നോക്കിട്ട് മങ്ങിലാവിടെ ഒരു ചെറുക്ക എന്ത് ആ പെണ്ണ് എങ്ങനെ ആൾമാരൊട്ടിക്ക് എങ്ങനെ ബിഹേവ് ആക്കെ എങ്ങനെ സ്വഭാവം എങ്ങനെ ഉണ്ടോ. അന്യപുരുഷന്മാർ വരുമ്പോഴത്തേക്കോ എന്റെ വന്നാറ് അങ്ങനെ ഇങ്ങനെ പിറ്റന്നാളെ നമ്പർ കൊടുക്കുള്ള ഇലിറ്റർ ID കൊടുക്കുന്ന പെണ്ണ, അല്ല അങ്ങളൊട്ടിക്ക് ചാട്ടാക്കിക്കൊണ്ട് അങ്ങനെ മുന്നോട്ടുള്ള പെണ്ണ, അല്ല അങ്ങനെ കർച്ചില് അങ്ങളൊട്ടിക്ക് ബൈക്കിന് പിറകു പോലെ പെണ്ണ.
അതൊന്നുമല്ല, ദീനുള്ള പെണ്ണ്, അങ്ങനൊന്നും ആക്കാത്തൊരു പെണ്ണ്, നിസ്കാര കറക്റ്റ് ഉണ്ട്, ആൾമാരൊന്നുകിൽ അങ്ങനെ മുണ്ടേ ചൊത്തുണ്ടെങ്കിൽ അവൾ അങ്ങനെ ഇൻട്രസ്റ്റേ ഇല്ല, അങ്ങനെ മുണ്ടകു അവൾ അപ്പനും പോലെ ഖുർആാനൊരു പെണ്ണ്, ഉമ്മബ്ബ റെസ്പെക്ട് ആക്കുന്ന പെണ്ണ്, ഉമ്മബ്ബ ചൊന്നതിന് അപ്പറെ കാല വെക്കാത്ത പെണ്ണ്, ഇങ്ങനത്തെ പെണ്ണിനെ മങ്ങിലാവോട്. ഈ 4 വിഷയത്തിൽ നീ വിജയിക്കരെ ദാത്തുദ്ദീൻ, ദീനുള്ള പെണ്ണിനെ നീ മങ്ങിലാവോണ്ട്. കാരണം ആ പെണ്ണെന്താക്കരെ പടിപ്പാട്ടി കൊടുക്കുന്ന മക്കൾക്ക് ദീൻ, ആ പെണ്ണ് മക്കൾക്ക് എന്ത് പടിപ്പാട്ടി കൊടുക്കുന്ന ദീൻ, നിസ്കരിക്കുക പടിപ്പാട്ടി കൊടുക്കുന്ന ആൾ ആ പെണ്ണ്. ആ മക്ക ഔറത്ര വിഷയത്തിൽ അങ്ങനെ മക്കൾക്ക് പടിപ്പാട്ടി കൊടുക്കുന്ന ആള്. നീന് സുബൈക്ക് ഉറങ്ങിയെങ്കിൽ എനിക്ക് ബേക്ക് എല്ലാവരും ഇതാക്കരെ ചൊന്തല്ലേ ചൊന്തവൾ നിസ്കാര പടിപ്പാട്ടി കൊടുക്കാറ്. ദീന് വേണു 5 വക്ത് നിസ്കരിക്കുന്ന ഒരു പെണ്ണ്. ചന്ത കൊറത്തെ കളയുമ്പോഴത്തേക്കു വേറൊരു പെണ്ണ് കണ്ട് തെല്ലുകൾ പ്രായമായിട്ട് ഒരു ഡെലിവറി ആയിട്ട് തടി ഡുമ്മായിട്ട് പിന്നെ എന്താ ഓടു ആ ഒരു അത്ര തിന്നു കിട്ടാത്ത സന്ദർഭത്തിൽ തടി തെല്ല് സ്ലിം ആവിടു. അപ്പൊ ഈ ഇതായിട്ടുള്ള ലാർജ് ആയിട്ടുള്ള സ്കിന്ന് ആ തെല്ല് നെരിബണ്ട് അപ്പ അതെല്ലാം പോയിട്ട് പൈസയുടെ വിഷയത്തിൽ അത്രമേ എത്രത്തോളം നിൽക്കൂ അതും പോണ്ടു. തറവാട് വിഷയത്തിൽ അതൊന്നും ഉപകാരം കിട്ടുകയില്ല. ദീന് അത് മൗത്തുറോളിക്കര്, ആ ദീനിന്റെ എഫക്ട് ഈ മക്കളിലുണ്ട്. ഈ ഉമ്മ ബലത്തിലെ മക്ക അങ്ങനെ അക്സര പറവ് പോലെ. കാരണം ഈ ഉമ്മരെ ഒരു തർബിയത്ത് മക്കൾക്ക് കിട്ടരുത്. ഈ ഉമ്മരെ ഒരു പലക്ക അതേ രൂപത്തിൽ ആളുകൂട്ട് ബാധ്യത തന്നെ. ഇതാ ഖതബ അഹദുക്കും, നിങ്ങൾ ഒരാൾ ഒരു പെണ്ണിനെ കേട്ട് വന്ന അമ്മൻ തർലൗന ദീനഹു വഖുലുഖഹു ഫസവ്വിജൂ, നിങ്ങൾ ഔത്തുകൂടി ചെറുക്ക വന്ന ആ ചെറുക്കര സ്വഭാവ കറക്റ്റായിട്ടുള്ള ദീനുണ്ടോ, കറക്റ്റായിട്ടുള്ള സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾ അവനുക്ക് മോളെ കേട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിക്കാഹാക്കുക, നിങ്ങൾ പറവ് പോണ്ട നിക്കാഹാക്കി കൊടുക്കറോ. ഇല്ലെങ്കിൽ ദുനിയാവിലത് ഫിത്നാവുക കാരണാവോ. ദീനുള്ള ഒരു നല്ലൊരു ചെറുക്ക അൽഹംദുലില്ലാ 5 വക്ത് നിസ്കാരത്തിലുള്ള അതേ രൂപത്തിൽ ദീനര സദസ്സിലല്ല കൊണ്ട് പണ്ട അതേ രൂപത്തിൽ ഒരു ദുരാഭ്യാസം ഇല്ല. ആൽമാർ ഗീബത്തുള്ള കട്ടകൊന്നും പോവല, കള്ളു കുടിക്കുന്ന ആൽമാരൊട്ടിക്ക് അങ്ങനെയൊന്നും അങ്ങനത്തെ ഒരു ഏർപ്പാടും ഇല്ല. കറക്റ്റായിട്ട് ബലി ആൽമാരെല്ലാം റെസ്പെക്ട് ആക്കുക, ബലി ആൽമാരൊട്ടിക്ക് സലാമല്ല ചൊല്ല, നയിച്ചിട്ട് ഔത്ത് കൊമ്പണ്ട, നയിച്ചിട്ട് ഫ്രണ്ട്സ്മാരെ കൊടുത്തത് ഹലാക്കാക്കില്ല പൈസ. ഉമ്മബ്ബക്ക് അതൊരു പാലിങ്ങനെ കൊടുക്കുക, ഉമ്മബ്ബ ചൊന്നത് അവನಿಗೆ എതിർ ചൊല്ലല, റായത്തങ്ങളൊട്ടിക്ക് അവനെന്തെങ്കിലും ബെടക്ക് ചൊല്ലല, ഗലാട്ടാക്കിற സദസ്സിൽ അവನು ഇല്ല, ജാവ് കറക്റ്റായിട്ട് ടൈമുക്ക് അവನು കറക്റ്റ് ബണ്ട, എല്ലാം കറക്റ്റ് ഉള്ള ഒരു ചെറുക്ക. അങ്ങനത്തെ ഒരു ചെറുക്ക നിങ്ങളൊട്ടി കേട്ടെങ്കിൽ അങ്ങനെ നിങ്ങളെ പെണ്ണിങ്ങ അവനുകു സൊറ ചൊന്നിങ്ക അത് ഗവൺമെന്റ് സൊറ ഇല്ല അവനുക്ക് ഇത്ര നയിപ്പു. സഹോദരന്മാരെ അവിടെ ആയിത്തേക്കര് പെണ്ണേ ചൊല്ലത് ഓന് എല്ലാം ഉണ്ടോ എന്തില്ല ഓനുക്ക് നയിപ്പു, ഓണെല്ലാം പോണ്ട ആൽമാരോണ്ട് ഫാഷ് അല്ല, ഓണെന്തല്ല തെല്ലി ഇതായിട്ടില്ല, മോഡലിംഗ് അല്ല. അങ്ങനെ ആകുമ്പോഴത്തേക്ക് പെണ്ണുക വേണ്ട. ഈ പെണ്ണ് വേറെ ഏതോ ഒരു രൂപത്തിലുള്ള ഒരു ചെറുക്കരെ നല്ല രൂപത്തിൽ അപ്പത്തെ മോഡലെല്ലാം ഇട്ടിട്ട് ഡ്രസ്സെല്ലാം ഇട്ട് അത് ഇടണ്ടാച്ചൊന്നും ഹറാമൊന്നല്ല, നല്ല ആണെങ്കിൽ നല്ല അത് കാലിൽ നെരിയാണി കീഴിൽ പോകാത്തുള്ള ഡ്രസ്സ് നല്ല രൂപത്തിൽ ഇടുന്നത് പക്ഷിയല്ല. അയങ്ക ഈ നയിപ്പില്ല, ദീനില്ല, നിസ്കാരം ഇല്ല, വലിയൊരു ആദരിക്കല, ഉമ്മപ്പച്ചൊന്ന് കേക്കല. ഇങ്ങനെ മക്കായെങ്കിൽ ഇൻകാവിടെ മക്ക ഈ അബ്ബ തെല്ല് കഴിയുമ്പോഴത്തേക്ക് ടെൻഷൻ ആകുമ്പോഴത്തെ കുടിക്കൊക്കെ പോവും, ഈ ഉമ്മകൊന്നും ആക്കുക ആവലെ. അത് കണ്ടിട്ട് മൂന്നും പഠിക്കുക. അബ്ബ ബലിക്കരെ കണ്ടിട്ട് ചുമ മുട്ട നിന്ത് കടലാസ് സ്കൂൾ ബുക്കിലെ കടലാസ് ഇങ്ങനെ കട്ടാക്കിത്ത് ബീഡിയുടെ രൂപത്തിലാക്കിത്ത് അത് തീക്കപ്പാട്ടിട്ട് ഫൂച്ചൊന്ന് തോതിര മക്ക ഉണ്ടാവിടത് എങ്ങനെ അബ്ബരെ കണ്ടെത്ത് ദീനില്ലാത്ത അബ്ബരെ കാണും. ഉമ്മ നോക്കണു 10ാം ക്ലാസ് 11ാം ക്ലാസ് പഠിക്കുന്ന മോളു ചിരി കംപ്ലീറ്റ് അത് ചോപ്പാക്കിത്ത് കണ്ണുകളിലെ ഈ ഭാഗത്തുള്ള ആ ഒരു ഷൈനിങ് ഇത് തേച്ചിട്ട് അതേ രൂപത്തില് കയ്യിൽ ഇങ്ങനെ ഏറ്റവും കൂർത്തുള്ള കാണ്ട് അവര് തൊക്കുരടുത്തുള്ള കാണ്ടതായിട്ടുള്ളതായ ലൂസ് അങ്ങനത്തുള്ള ഡ്രസ് ഇട്ടിട്ട് അല്ലെങ്കിൽ ടൈറ്റുള്ള ഡ്രസ് ഇട്ടിട്ട് പോകൂ, തലക്കുള്ളതായ തട്ട ഇങ്ങനെ ബെച്ചിട്ട് പോകുള്ള കാരണം ഓളും അതിരെ കാട്ടി യാറ് മേക്കപ്പ് ആക്കിത്ത് മങ്ങിട്ട് പോണ്ടവൾ കണ്ടെത്ത് ഓളെങ്ങനെ പിന്നെ ഇങ്ങനെ കെട്ടിത്ത് മറക്കരെ മുഖം മാത്ര അല്ലെങ്കിൽ കണ്ണ് മാത്ര കാട്ടിത്തോൾ പുറത്തു പോണ്ടത് ഓൾ അതിരെ കാട്ടി ഉസ്താദ് നിന്നിട്ട് മൂത്ര വീത്തിയെങ്കിൽ ശിഷ്യന്മാർ നടന്നിട്ട് മൂത്ര വീത്തുവാറ് ചൊന്തുള്ള ഒരു ഗാഥ മാത്രം ഉണ്ട്. അതേപോലെ ഉമ്മബ്ബ ഇങ്ങനെ സേല കാട്ടിങ് മക്കത്തിനെ കാട്ടി എപ്പറാവും. ഉമ്മബ്ബക്ക് ദീനില്ലെങ്കിൽ മക്ക ഈ ഗാഞ്ച അല്ല, അഫീമല്ല, MDM അല്ല, ഏതോ ആവട്ടെ അതെല്ലാം മക്ക അനുഭവിക്കുവാറ്. അപ്പൊ എന്ത് വേണം? സ്വാലിഹായ ആൽമാരെ അത് സെലക്ട് ആക്കുള്ളതായ ഒരു ഇത് വേണു. തെല്ല് ലേട്ടായെങ്കിൽ സ്വഭയിച്ചില്ലെങ്കിൽ ഉമ്മ അപ്പമേ എണിച്ചിട്ട് എന്താക്കുക ആ മുണ്ടകും മക്കൾക്ക് ചൊന്തു കൊടുക്കുകയുള്ളതായ ഒരു രൂപത്തിലുണ്ടായിരിക്കും. അങ്ങനത്തെ മക്കായിട്ടിക്കരും മക്കൾക്ക് ചൊന്തു കൊടുക്കരുത്.
ಎಂದಾಗ ಎವಡೆಗೆ ನೀ ಪೋಂಡದು ಸೇಲ ಕಟ್ಟಗ ಹರಾಮು ಚೊಂತ ನಿಕ್ಕು ಗೊತ್ತಿಲ್ಲೇ ಅವರತ್ತು ಕಾಣಿಕೋ ನಿಕ್ಕು ಪರ್ಮಿಷನ್ ಉಂಡಾ ഒരു ഫോൺ സാന അത് നോക്കുമ്പോഴത്തേക്കും 6 മെസ്സേജ് എപ്പ ಬಂದು എന്തിಗೆ ಮುಂದೆ മോൺ ഇത്ര ലേറ്റായി എന്തിಗೆ ലേറ്റായേ നിക്കിങ്ങത്തെ ഇതുണ്ടു അവരൊട്ടിಗೆ ചൊല്ലെ അപ്പയും അബ്ബയും ഉമ്മയും ജണ്ടാളും മുണ്ടിത്ത് മക്കളെ നിയന്ത്രണം ആക്കുമ്പോഴത്തേക്കും ഈ മക്ക ഇങ്ങനത്തെ ഒരു കേസിലും അങ്ങ് ഇതാക്കുക പോവല്ലേ ആ കറക്റ്റ് പള്ളിയിലും ദീനും ഖുർആനും എല്ലാം മിക്കറ് അപ്പോൾ ഇഖ്തിയാറു സൗജത്തു സാലിഹ സാലിഹായിട്ടുള്ളതായ ജോഡിയെ ഞങ്ങ സെലക്ട് ആക്കുന്ന വിഷയത്തില് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കറക്റ്റ് ആയിട്ട് ആ വിഷയത്തെ ചൊല്ലുത്തുണ്ടോ ഞങ്ങൾ മനസ്സിലാക്കണോ. ഒന്ന് രണ്ടാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പാട്ടുന്നത് ഈ ഒരു തൊന്തരകും പോവാത്ത രൂപത്തിൽ മക്കളെ വളർത്തുന്നു ചൊല്ലുന്നുണ്ടെങ്കിൽ അങ്ങ് കറക്റ്റ് പെണ്ണാവട്ട് ആണാവട്ട് ടൈം ആവുമ്പോഴത്തേക്കും നിസ്കരിക്കര ആ ഒരു സ്വഭാവം മക്കൾക്ക് പഠിപ്പാട്ടി കൊടുക്കണോ. ആൾമാർ കേൾക്കുവാറ് ഗാഞ്ച വലിക്കുന്നതും അത് രൂപത്തില് ആൾമാരൊട്ടിಗೆ എന്താക്കത് ബുർക്ക ഇട്ടിട്ട് പോയിട്ട് ബുർക്ക തെല്ല് കഴിയുമ്പോൾ ബെൽച്ച് കീഴിട്ട് തട്ട എടുത്തിട്ട് തലക്ക് ഹാറ്റ് വെച്ചിട്ട് ഒരു മാസ്കും വെച്ചിട്ട് സിറ്റി സെന്ററിലും അത് രൂപത്തിൽ ഫോറിൻ മാളിലെല്ലാം ഇങ്ങനെ പോണ്ടാറല്ലേ ഫോറിൻ മാളിലെല്ലാം പോണ്ടാറല്ലേ അതും നിസ്കാരത്തും എന്ത് എത്തനെന്തെത്ത സംബന്ധവയ്യാൻ അത് കേൾക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ആണ്ട് ഇതെന്ത് ബന്ധമുള്ളത് അതിന് സംബന്ധമുണ്ടോ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പാട്ടി തന്ന ഒരു ഭാഗം നോക്കണു നിസ്കാരത്തിന്റെ വിഷയത്തില് ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ ശരിക്കുള്ള നിസ്കാര ചൊല്ലുന്ന ഒരു വിഷയമുണ്ടല്ലേ അത് ഫഹ്ശാഹ് വേണ്ടാത്തതും മുൻകർ ഹറാമായിട്ടുള്ളതുമായിട്ടുള്ള പ്രവർത്തിയെ തൊട്ട് ഒരു വ്യക്തിയെ തടയൂ. ഹറാമായിട്ടുള്ളത് ഗാഞ്ച വലിക്കര ഹറാമായിട്ടിക്കര് ഹറാമായിട്ടുള്ള സിഗരറ്റ് വലിക്കുന്നതും കള്ളു കുടിക്കുന്നതും എംഡിഎം യൂസാക്കുന്നതും കൊക്കേനും അതേ രൂപത്തിലുള്ളതായ ആഫീമും ഏതു ആവട്ടെ യൂസാക്കുന്നത് അമൽ പദാർത്ഥ ഡ്രഗ്സ് പദാർത്ഥ യൂസാക്കുന്നത് ഇസ്ലാമിൽ ഹറാമായിട്ടിക്ക് കൊല്ലു മുസ്കിരിൻ ഹറാം എല്ലാം അമലാക്കുന്നതും ഹറാമായിട്ടിക്കര് കൊല്ലു മുസ്കിരിൻ ഖംറും എല്ലാ അമലാക്കുന്നത് ഐറ്റമും അത് ഖംറ് കള്ളായിട്ടിക്കര് യാ അയ്യുഹല്ലദീന ആമനൂ വിശ്വാസമുള്ള ഈമാനുള്ള സഹോദരന്മാരെ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബ് വൽ അസ്ലാമു റിജ്സുൻ മിൻ അമലി ശൈത്താൻ കള്ളും അതേ രൂപത്തിലുള്ളതായ ജൂതാട്ടം ലോട്ടറിയും ഏതുമാകട്ടെ ഭാഗ്യ പരീക്ഷണം നോക്കുന്നതായ ഏതുമാകട്ടെ റിജ്സുൻ മിൻ അമലി ശൈത്താൻ ശൈത്താനിന്റെ പ്രവർത്തനയായിപ്പിക്കരുത് ഫജിതനിബൂ അത് നിങ്ങൾ വിട്ടുവിടണം. അങ്ങനെ വിട്ടുവിട്ടെന്ന് മാത്രം ലഅല്ലകും തുഫ്ലിഹൂൻ നിങ്ങൾ വിജയിക്കാറ് ചെന്ന് ഖുർആന് പഠിപ്പാട്ടി തരുമ്പോഴത്തേക്ക് അതിനെ തടയോഗോ ഞങ്ങളെ മക്കൾക്ക് ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കേണ്ട നിസ്കാരത്തിലായിരിക്കണോ. 5 വക്ത് അല്ലാഹുവിനെ പേടിച്ചിട്ട് നിസ്കരിക്കുന്നതായ ഒരു സഹോദര 5 വക്ത് അല്ലാഹുവിനെ പേടിച്ചിട്ട് കറക്റ്റ് ടൈം നിസ്കരിക്കുന്നതായ ഒരു ബാലക്കാര അവൻ ഏതെങ്കിലും ഒരു വ്യക്തി കള്ളു കുടിക്കുക വിളിച്ചെങ്കിൽ ഡ്രഗ്സ് വലിക്കുക വിളിച്ചെങ്കിൽ ഗാഞ്ച വലിക്കുക വിളിച്ചെങ്കിൽ അവന് ചൊല്ല ഇല്ല അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് അല്ലാഹുവിന്റെ ഒരു സ്മരണ ഉണ്ടല്ലോ അല്ലാഹുവിന്റെ ഒരു ഓർമ്മ ഉണ്ടല്ലോ അതിൽ കിട്ടിയതായ ഒരു ലഹരി അതിൽ കിട്ടിയതായ ഒരു ലദ്ദത്ത് അതിൽ കിട്ടിയതായ ഒരു മാധുര്യ നിന്റെ ഇത് താത്കാലികമായിട്ട് കിട്ടിയതായ ഒരു ക്ഷണിക സുഖത്ത് കിട്ടിയതായ ആ ഒരു ഡ്രഗ്സിൽ നാമെ കണ്ടില്ല ചൊല്ലതായ ഒരു അവസ്ഥയെ നിങ്ങൾ ബാലക്കന്മാരെ ചേഞ്ച് ആവാറ് 5 വക്ത് നിസ്കരിക്കുന്ന ഒരു സ്വഭാവം ഇന്നെങ്കിൽ മക്കത്തെ മുസ്ലിക്കിങ് അങ്ങനത്തെ ഒരു സ്വഭാവത്തിൽ ഇന്നാറ് അങ്ങനെ ആ ഒരു ടേസ്റ്റിക്ക് ചേഞ്ച് ആക്കി എടുത്ത നിസ്കാര അസർ നിസ്കാരത്തിന് ജമാഅത്തിന് ഫസ്റ്റത്തെ റക്അത്ത് നഷ്ടപ്പെട്ട പേരിൽ സ്വഹാബിമാർ മഗ്രിബ് തോല മസ്ജിദിലെ മിഹ്റാബ് റൗഡ് സുജൂദിലായി ബുൾപ്പിട്ടിട്ട് അത്ര നേര അങ്ങനെ താടി ഹോമ നല്ലെങ്കിൽ കള്ളു കുടിച്ചിട്ട് 3 നേരം കള്ളു കുടിച്ചിട്ട് അതിന് ഒരു കൊസ്സിലെ ബലന്നുണ്ടോ അതിരെ കൊസ്സിലെ അങ്ങനെ ഇന്നതായ ആൾമാരെ ചേഞ്ച് ആക്കിയത് ഇവിടെ നിസ്കാരായിട്ടിക്കര് നിന്റെ കുടുംബത്തെ നിസ്കാരം നിങ്ങൾ പഠിപ്പാട്ടണോ. നിസ്കരിക്കുന്ന കറക്റ്റ് നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ മക്കനെല്ലാം ഇട്ടിട്ട് ഔറത്ത് മറിച്ചിട്ട് കൈയെല്ലാം കാല് എല്ലാ ഭാഗവും മറിച്ചിട്ട് കൈ ഊട്ടോളം കംപ്ലീറ്റ് ആയി ഔറത്തെല്ലാം പ്രധാനപ്പെട്ട ഭാഗം മറിച്ച ഒരു പെണ്ണ് എങ്ങനെ 5 വക്ത് നിസ്കരിക്കുന്ന പെണ്ണ് അവള് കോളേജിൽ പോകുമ്പോഴത്തേക്കും എല്ലാം തട്ടെടുത്ത് കീഴ് വെച്ചിട്ട് അന്യ കോമലുള്ള അല്ലെങ്കിൽ ഞങ്ങളെ കോമലേക്കിട്ട് രണ്ട് ഹറാമേ വേറെ കോമാവട്ടെ ഞങ്ങളെ കോമാവട്ടെ അത് ഹറാമേ
അങ്ങനെ കൈ പിടിച്ചിട്ട് അവിടെയുള്ള മരത്തിലെ സുത്തമ അല്ലെങ്കിൽ ഏതെങ്കിലും നാം ചൊന്ന രൂപത്തിൽ ഹാറ്റ് വെച്ചിട്ട് ഗുർത്ത കിട്ടുക തീരാ. ഇപ്പൊ ഈ കൊറോണയും പിന്നെ വന്നിട്ടുള്ളതായി മാസ്കും ഇങ്ങനെ വെച്ചിട്ട് അവന്റെ കൈയും പിടിച്ചിട്ട് അവിടെ ഏതെങ്കിലും ആരും കാണാത്ത ഒരു ജാഗയ്ക്ക് ബൈക്കില്ല ഇതിലെങ്ങനെ പോകേണ്ടതായ ഒരു അവസ്ഥ, പാർക്കിൽ പോയി സൈഡിൽ ഇതേക്കരെ കൊട പിടിച്ചിട്ട് ഇങ്ങനെ ഇതേക്കരെ അവരവസ്ഥ. എത്ര മുസ്ലിം സഹോദരിമാർ എങ്ങനെ പോകുക അവിടെ, കാരണം അവൾക്ക് പേടിയാവുള്ളൂ. മക്കനെ ഇട്ടിട്ട് ഞാൻ 5 വക്ത് അല്ലാഹുവിന്റെ മുന്നിൽ നിസ്കരിച്ചത് എങ്ങനെ ഔറത്തെല്ലാം മറച്ചിട്ട്. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ചൊന്ത അല്ലാഹുവൊಟ್ಟಿಗೆ ನನ್ನ ಜೀವನ ನಿಕ್ಕರ್ಪಣೆ ಹಾಕಿರೆ. ಮೈಸೆಲ್ಫ್ ಫಾರ್ ಯುವರ್ಸ್, ನಂಡದೆ ಫಾರ್ ಯು, ನಂಡೆ ನಾನು ನಿಕ್ಕ ಅರ್ಪಣೆ ಹಾಕಿತುಳ್ಳ ಚೊಲ್ಡದಾಯ ഒരു അവസ്ഥ ആ പെണ്ണു പറയല. കാരണം വമഹ്യായ നന്റെ മൈസെൽഫ് നിക്ക അല്ല ചൊന്ത അല്ലാഹുവൊಟ್ಟಿಗೆ ചൊല്ല. പിന്നെ അങ്ങനെ ഒഴുകു സ്വന്ത വേറെ ആൾക്ക് അർപ്പണ ആക്കുക അവിടെ ഇല്ല. അവിടെ എത്തിക്കാൻ ഞങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയ സഹോദരന്മാരെ, ആ മക്കൾ കറക്റ്റ് നിസ്കാര പഠിപ്പാട്. ചെറിയ മക്കയ്ക്കുമ്പത്തുക അവള് വലിയായിട്ടില്ല, അവള് ചെറിയവളു ചെറിയ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടി നോക്കുന്നു. മുറൂ ഔലാദകും ബിസ്സലാത്തി വഹും അബ്നാഉ സബ്അ. 7 വയസ്സാവുമ്പത്തുക മക്കൾ നിങ്ങൾ നിസ്കരിക്കുക, നിങ്ങൾ പഠിപ്പാട്ടി കൊടുക്കണോ, അങ്ങ് പഠിപ്പാട്ടി കൊടുക്കണു. 7 വയസ്സായിട്ട നിസ്കരിക്കുക, അങ്ങനെ നിസ്കരിച്ചു ചെന്ന് കറക്റ്റായി അപ്പപ്പ നിസ്കരിക്കണം. ഹിക്മത്തില് 3 വർഷ അങ്ങ് 10 വയസ്സായിട്ടും നിസ്കരിച്ചില്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ തെല്ല് ബടി കൊണ്ടുത്താ അല്ലെങ്കിൽ നിങ്ങൾ അടിക്കണോ ഇസ്ലാം പഠിപ്പാടുത്തുണ്ട്. 3 വർഷം നിസ്കാരത്തിൽ കോഴ്സ് ഉമ്മ മക്കൾക്ക് ഇസ്ലാം പഠിപ്പാടുത്തുണ്ട്. 3 വർഷ കോഴ്സ്. ഞങ്ങനെ 10 വയസ്സാകുമ്പോൾ ഉണ്ടോകില്ല, 10-14 വയസ്സായിത്തോളല്ല തെല്ല് എന്ത് ഏജാಯ್ತು ചൊന്തും അറിയിക്കുമ്പത്തുകു ഏജാಯ್ತು ചൊന്തോ ആണുകും മീസെಲ್ಲ ಬಂದು തുടങ്ങുത്തു. ഉസ്താ ഒന്ന് നിസ്കരിക്കില്ല, നിങ്ങൾ തെല്ല് ചൊല്ലണു. അല്ലെങ്കിൽ ഉസ്താദ് ഫോണാക്കിത്ത് ഒരു സ്വബൈക്ക് എണിക്കരേ ഇല്ലേ, ഞാൻ എത്ര അടിച്ചെങ്കും. അപ്പൊ 7 വയസ്സിന് തൊട്ട് 10 വയസ്സോള 365 1000 നാട്ടി ಯಾರ 1000 ನಾಲ್ ರಾಟಿ ಯಾರ ഒരു കോഴ്സ് അവൾക്ക് കൊടുത്തു നിസ്കരിക്കുക അങ്ങ് ശരിയാക്കി വെക്കണം. ഇതൊന്നും ആക്കാതെ, കാരണം ഇത് ചെറിയ പഠിപ്പാട്ടിരുന്നത് നിശ്ചയമായിട്ട് നിസ്കാര ബെടക്ക്, അതായത് ഫഹ്ശാ ചൊന്നെങ്കിൽ സിന അതുപോലെ ബന്ധപ്പെട്ടുള്ള വിഷയത്തിക്കറ് വൽ മുൻകർ മുൻകർ ചൊന്നെങ്കിൽ ഹറാമായിട്ടുള്ള നിഷിദ്ധായിട്ടുള്ള വിഷയത്തിനെ തൊട്ട് തടയുറേ ചെന്തായിത്തിക്കറ് അതിനെ തൊട്ട് നിസ്കാര തടയുറേ. അതിനങ്ങ് ഭയങ്കര ജാഗ്രതയില് ആ വിഷയത്തിൽ ഞങ്ങൾക്ക് ഒരു ശ്രദ്ധ വേണു. ഇല്ലെങ്കിൽ നിങ്ങളെ മക്ക ഈ ചൊന്ന രൂപത്തിൽ അതിൽ നിന്ന് വിട്ടുപോകേണ്ട ചൊന്തുള്ള ആ ഒരു ബോധ്യ ഞങ്ങൾക്ക് എപ്പോഴും വേണു ചൊന്തായിത്തിക്കറ്. പിന്നെ മക്കളില് എന്തെങ്കിലും ബെടക്ക് കണ്ടെങ്കിൽ അപ്പം നിങ്ങൾ തടവണം. നയിക്കുകല്ലാത്ത ചെറിയ മക്ക ട്യൂഷനുക്ക് പോയിട്ട് പണ്ട് ടൈം ഉമ്മക്ക് കൊന്തിക്കണു. സ്പെഷ്യൽ ക്ലാസ് ചൊന്ത് 10ാം ക്ലാസ്സിലെ പെണ്ണ് അവൾ ഔത്തിൽ നിന്ന് അഞ്ഞിങ്ങനെ പോയിട്ട് ഉമ്മ ഇന്ന് ട്യൂഷൻ തന്നെ ലേറ്റ് ആയിട്ട് അപ്പമ കേൾക്കുന്നു ഫോൺ എടുത്തിട്ട് എന്തെല്ലാം വിളിക്കുകയും ഓൺലൈനിൽ ഓർഡർ ആക്കുകയും ഫുഡ് ഓർഡർ ആക്കുകയും അതേ രൂപത്തിൽ റീൽസ് നോക്കുകയും അതേ രൂപത്തിൽ പിക്ക് എടുത്തിട്ട് ഇന്ന് കറി വെച്ച ഉണക്കുവിൽ ഞാൻ ചുട്ട ചൊന്തു അത് സാധ പോസ്റ്റ് ആക്കുകയും ഉമ്മക്ക് ടൈം ഉണ്ട് മോള് തെല്ല് ലേറ്റ് ആയിട്ട് ചൊന്തു എന്തേ ഒരു തെല്ല് ലേറ്റ് ആയിട്ട് മോള് എവിടേക്ക് പോയാ ആറൊട്ടിಗೆ ಮುಂಡ್ಯ ആറൊട്ടിಗೆ ಅವನು തെല്ല് ടൈം സ്പെൻഡ് ആക്കിയ ചൊന്തുക്ക് കേൾക്കും ഉമ്മക്ക് എന്താവത്തത്. എല്ലാത്തുക്കും ടൈം ഉണ്ട് ഉമ്മക്ക്, എല്ലാത്തുക്കും അവത്തും ഞാൻ ആക്കിയിട്ടുള്ള ഇത് ചെറിയ ഒരു വിശേഷാണ് പോസ്റ്റ് ആക്കുമ്പോഴത്തേക്കും അത് ടൈം വെക്കുമ്പോഴത്തേക്കും ആ ട്യൂഷൻ എടുക്കുന്ന ആള് അല്ലെങ്കിൽ സ്കൂൾ ഏത് ജാഗാവട്ട് അവിടെ വിളിച്ചപ്പ കേൾക്കുന്നു നന്റെ മോളു ഫാത്തിമ അവള് എത്ര ടൈം പോകും, ഫാത്തിമ എത്ര ടൈം പോകും എന്ത് അവൾ ട്യൂഷൻ കഴിഞ്ഞിര് അങ്ങ് ചൊല്ലുടെ പലക്ക അങ്ങ് ചൊല്ലുടേതായ വിഷയ ഈ ടൈമു അതേ രൂപത്തിൽ ടീച്ചർ ചൊല്ലുടെ വിഷയ ಯಾರ കൂടി ഉണ്ടാന്ന് നോക്കണം. ഉണ്ടെങ്കിൽ അപ്പമേ പോലീസ് കേക്ക് രൂപത്തിൽ വിചാരണ ആക്കണം. മക്കളല്ല വെറുതെ തന്നതല്ല. നിങ്ങൾക്ക് തന്ന പൈസ അതൊരു ഫിത്ന, നിങ്ങൾക്കുള്ള ഒരു ടെസ്റ്റ് ആയിട്ടിക്കര് ഓനെങ്ങനെ ആക്കറ നോക്കറാന്ന്. നിങ്ങൾക്ക് തന്നിട്ടുള്ളതായ മക്ക അതൊരു ടെസ്റ്റ് ആയിട്ടിക്കര് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ല ടെസ്റ്റ് ആയിട്ടിക്കര്. ചെറിയ മക്കൾക്ക് അത് പ്രാക്ടീസ് ആക്കുന്നു. വലിയായിട്ട് പ്രായപൂർത്തിയായിട്ട് ലേറ്റായിട്ട് വേണ്ട വിഷയമല്ല. ചെറിയ മക്ക ഔത്തുക്ക് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ലേറ്റായി എവിടെ ഇന്ന അതേ രൂപത്തിൽ കേട്ട് ചെറിയ ക്ലിയർ ആക്കണു. അറിയില്ല കുറെ ഉമ്മ നന്റെ മോൾ അങ്ങനല്ല അപ്പുറത്തെ മോൾ അവൾ അങ്ങനെ ഇങ്ങനെ ചൊന്ന ഉമ്മാരൊട്ടി കേൾക്കുമ്പോഴത്തേക്കും ഞങ്ങളെ മക്കങ്ങൊന്നും ആവലെ ഇതും അതേ രൂപത്തിലായിത്തിക്കും. കാരണം
സഹോദരന്മാരെ അങ്ങനെ പ്രാക്ടീസ് ആക്കി ഒന്ന് വളർത്തുകൊണ്ടുള്ളതും എല്ലാം അങ്ങനെ സ്ക്രീൻ ആയിത്തിക്കറ്. ചെറിയ ചെറിയ 6 ഇഞ്ച് 8 ഇഞ്ചെല്ലാം ഉള്ള സ്ക്രീൻ അതായിത്തിക്കറ് അങ്ങനെ ഉസ്താദിപ്പ സ്പെഷ്യലായിട്ട് പടിപ്പാട്ടി കൊടുത്തുകൊണ്ടുള്ളതായ ആ എന്ത് വ്യത്യസ്ത രൂപത്തിൽ നമുക്കും വേണു ചൊന്തു അവിടെ രൂപത്തിലുള്ളതായ പ്രണയ ദൃശ്യ അല്ലെങ്കിൽ അതിലെ ഒരു ചിത്ര, അതിലെ ഒരു വിഷ്വൽസ്, അതിലുള്ളതായ BGM ഇതെല്ലാം കേൾക്കുമ്പോഴത്തേക്കും നമുക്കും ഇങ്ങനത്തെ മുണ്ടോകും ചാട്ടാക്കുകയും നമുക്ക് എന്താ വിഷാക്കുകയും നക്ക് ഗുഡ് നൈറ്റ് ചൊല്ലകും നക്ക് ഗുഡ് മോർണിംഗ് ചൊല്ലകും ഒരാൾ വേണു ചൊന്തു ഒരു പെണ്ണുക്ക് ഒരു ആണിക്ക് മനസ്സിക്ക് വേണ്ടത് കംപ്ലീറ്റ് ഇങ്ങനത്തെ ഒരു സ്ക്രീൻ ആയിട്ട് മുന്നാവുമ്പോഴത്തേക്കും ഒരു ദൂരദർശന ഇത് കാണുമ്പോഴത്തേക്ക് വാർത്തക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ആരോ കൂടി വന്നെങ്കിൽ അപ്പമേ ക്യാസലാക്കി തിന്നാറ്. ഇന്ന് ഉമ്മ അബ്ബ എല്ലാവരും എനിക്ക് സ്ട്രീമിങ് യൂട്യൂബ് വെച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ടെൻഷനും ഇല്ല. ഈ മക്കൾക്ക് ഒരു ടെൻഷൻ ഇല്ലാതെ 3 മണിക്കൂർ 2.5-3 മണിക്കൂർ ഇതിലെതിരിൽ നിന്ന് നോക്കാറല്ലേ, നോക്കി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാറ്. ശരിക്ക് ഇന്ത് കാലത്തെല്ലാം വന്നുകൊണ്ടുള്ളതായ അങ്ക് കണ്ണുകൊണ്ടുള്ളതായ ഈ എന്താ ചലനചിത്ര ഇരിക്കറല്ലേ, അത് അങ്ങനെ ഒരു ഉസ്താദായിട്ട് അങ്ക് പരിവർത്തിച്ചുകൊണ്ടുവന്നു. കാരണം ആ ഒരു ചിത്ര മൂവി കണ്ട സന്ദർഭത്തിൽ ഉമ്മ വിളിച്ചെങ്കിൽ ഞാൻ പിന്നെ വേണ്ടേ, അല്ല ഞാൻ ചോറെടുത്ത് വെച്ചിട്ട് ഞാൻ പിന്നെ വേണ്ടതാണ് അല്ല പിന്നെ പാടുന്ന ഉമ്മ തിന്ന് വെയിറ്റ് ആക്കോറു. അവൾക്ക് ടെൻഷൻ ഉണ്ടാ, ഫുഡ് വേണ, അവൾക്ക് ഫുഡ് വേണ, ഒന്നും വേണ്ട, ഇങ്ങനെ നോക്കിയോണ്ടേ പോണ്ട്. 3 മണിക്കൂർ അത് നോക്കുമ്പോഴത്തേക്കും കൽത്തിക്കുന്ന നൊമ്പലാവിട സീറ്റില്ലെങ്കിൽ നൽത്തി നോക്കൂലേ. അപ്പൊ ഈ 3 മണിക്കൂർ അവളെ ಕಂಪ್ಲೀಟ್ ಫೋಕಸ್ ಆಗಿತ್ತು. ಅವಳ ನರಂಬರೊಟ್ಟಿಗೆ ಮನಸ್ಸರೊಟ್ಟಿಗೆ ಮಸ್ತಿಷ್ಕರೊಟ್ಟಿಗೆ ಅವന്റെ മക്കളെ മസ്തിഷ്കരൊട്ടിಗೆ ಮುಂದೆ ಉಂಟುള്ളത് ഒക്കെ ഇഷ്ടമുള്ളത്. ഇപ്പൊ ഞാൻ നല്ല വിഷയം ഇങ്ങനെ ചൊന്നെങ്കിൽ കഥയിൽ ഇങ്ങനെ ചൊന്നെങ്കിൽ അൽമാർ ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുവാർ. അതിനെ കാട്ടി എഫക്റ്റില് ലൈറ്റിങ്സ്, അത് BGM, അത് രൂപത്തിൽ കളർ എഫക്ട്, അത് രൂപത്തിൽ സ്ക്രീൻ പ്ലേ, ബാക്ക്ഗ്രൗണ്ട് എല്ലാം വെച്ചിട്ട് ഞങ്ങളെ മക്കളെ മുന്നിൽ ഈ സ്ക്രീനിൽ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഒരു ബച്ചലും ഇല്ലാതെ ഞങ്ങളെ മക്കൾ ഇങ്ങനെ കണ്ട് തിക്കറാറല്ലേ. അത്രമാത്രം ഇഷ്ടമായി തിക്കറക്ക് ഈ 3 മണിക്കൂർ കംപ്ലീറ്റ് അങ്ക് ക്ലാസ് കിട്ടിയത് ഈ ഒരു മൂവിയിൽ നിന്നായിത്തിക്കറ്. അത് എന്ത് ചൊല്ല അങ്ങ് ഇഷ്ടപ്പെട്ട ഒരു ആറായിത്തിക്കറ ഒരു ആക്ടർ അല്ല ആക്ട്രസ് അങ്ങാക്കരുത് കംപ്ലീറ്റ് അങ്ങളെ മനസ്സിക്ക് ಬಂತಿಕ್ಕರು. ഉമ്മയും നോക്കൂ മക്കളും നോക്കൂ. ഇത് കണ്ടിട്ട് ബുൾപിട്ടു അങ്ങനെ ബുൾപിടുമ്പോഴത്തേക്കും ഇങ്ങളും ബുൾപിടാറ്. സെയിം ഇമോഷൻ ജെന്റിൽ മോഡ് വർക്ക് ആക്കിക്കൊണ്ടുണ്ട്. അങ്ങ അർസ പറയുമ്പോഴത്തേക്കും ഇങ്ങക്ക് അർസമുണ്ട്. അങ്കെന്ന അന്യായ ആങ്ക് ഇങ്ങളെ ചോര തലക്കറ്. ആ 3 ಗಂಟೆ ഉൾക കംപ്ലീറ്റ് ഈ മക്ക ജെണ്ട് 3-10 മൂവി ഇങ്ങനെ കാണുമ്പോഴത്തേക്കോ കത്തി എടുക്കുന്ന ആ ഹീറോരെ കാണുമ്പോഴത്തേക്കോ ഓണം കത്തി എടുക്കുക. ലവ് ആക്കിയതായ ഒരു സീനെ കാണുമ്പോഴത്തേക്കോ ഓളുക ഔട് നക്കു അങ്ങനെ വേണു. ഈ പാട്ട് യൂട്യൂബിൽ ഡൗൺലോഡ് ആക്കി കേൾക്കുമ്പോഴത്തേക്കോ ഓളുക ഔട് നക്കു ഇങ്ങനെ മെസ്സേജ് ആക്കുന്നു. എല്ലാ മനസ്സിൽ കംപ്ലീറ്റ് ആ ടൈമിൽ കംപ്ലീറ്റ് ടീച്ചിങ് കൊടുക്കുന്നതായിത്തിക്കറ്. ഉമ്മ ഓർമ്മിച്ച് കാണുമ്പോഴത്തേക്കോ ഈ പെണ്ണങ്ങ് ബെടക്ക ഒരു കാരണാറ് ആറ് ഈ ഉമ്മ ഇത് വെച്ച് കൊടുക്കൂ, സ്ക്രീനിലാക്കി കൊടുക്കൂ. ഞാനൊരു ട്യൂഷൻ എടുക്കുന്ന ഒരു 6 തിങ്ങ ഗൾഫിലും ഭയങ്കര സമ്പാദ്യം ഔത്തെല്ലാം കാണുമ്പോഴത്തേക്കും വലിയ മലപ്പുറം ജില്ലയിലായിത്തിക്കറുള്ളത്. അത് ഞാൻ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വലിയ ആവാച്ചൊന്നും കാണുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ കണ്ടു അത്രക്കും പൈസ ഉള്ള അങ്ങനെ ഒരു റൂം ലിവിംഗ് റൂം ഗസ്റ്റ് റൂം എല്ലാം നോക്കണം. ഞങ്ങൾ കാണുമ്പോഴത്തേക്കും അവിടെ ഉള്ളതായ ഇതെല്ലാം കാണുമ്പോഴത്തേക്കും ഞങ്ങൾ ഒരു അവ വെക്ക ഈ ഗസ്റ്റ് റൂമർ പൈസയിൽ ഞങ്ങൾ ചന്തത്ര അവ വെക്ക അത്രക്കും സ്വത്തുണ്ട്. അങ്ങനെ നക്കാൻ ട്യൂഷൻ എടുക്കുള്ളത്. ഈ ചെറുക്ക ഉള്ള വയസ്സ് ചൊന്നെങ്കിൽ വെറും ചെറിയ ചെറുക്ക LKG പ്രായ അവന് പഠിപ്പാട്ടൊക്കെ പോയിട്ട് മൂത്തോണുള്ള അവന് 4ാം ക്ലാസ്സിൽ പഠിച്ചോണ്ടുള്ള 5ാം ക്ലാസ് പാസ്സായി ഓണു. പിന്നെ ഒരു ആണും ഓണുണ്ട്, ഓണു 10ാം ക്ലാസ് ആയിട്ടുള്ള നക്ക് 2 മക്കൾ ക്ലാസ് എടുക്കുള്ളത്. അങ്ങനെ എൻ്റെ അപ്പ ഗൾഫിന്ന് വന്ന സന്ദർഭത്തിൽ ഈ ഇയാൾ മുഖ ഭയങ്കര ബന്ത് തെൽനാളായിട്ട് ഒരു വാര കഴിഞ്ഞിട്ട് ഒരു നാള് ഭയങ്കര ബേജറിലുണ്ട്. ആറ് ഈ അബ്ബ നന്റെ പിലിച്ചിട്ട് പിന്നെ ചൊന്തു മോണ്ടൊട്ടി ഇങ്ങനെ വിഷയ ചൊന്തു എന്തെങ്കിലും എന്ത് ബേജറുള്ളത് ചായ ഫസ്റ്റ് കിട്ടും എനിക്ക് ചായ കുടിച്ചോണ്ട് ചെറിയ മോണ്ടൊട്ടിക്ക് തെല്ല വിഷയം തോന്നും. എന്തിനാ ഒന്നില്ല ഞാൻ ഇതാക്കണ്ട എന്തൊന്ന് ആക്കണ്ട ചൊന്ന് ഡാഷിന്റെ മോൻ ഞാൻ ചൊന്നാന്ന് ബാക്കി ഞാൻ ചൊല്ലേ ഡാഷിന്റെ മോൻ ഇബ്നുൽ കൽബിന്റെ മോനാന്ന്. അപ്പൊ ഇത് ചെറിയ ഒരു LKG പ്രായത്തിലുള്ള മോനിൽ നിന്ന് അബ്ബക്ക് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ടെൻഷനായത്. അപ്പൊ ഞാൻ അമ്മനെ വിളിച്ചിട്ട് ഊണ് തല കീഴാക്കി ಬಂತುള്ള അബ്ബ ചൊന്നതെല്ല ಗೊಂತುಂಡು. ನಾನು കുറേ ವಿಷಯ ಚೆನ್ನ ಕೇಟ ಉಪದೇಶ ಒಬ್ಬರೇ ಆ ಬಾಧ್ಯತೆ ಎಲ್ಲ ಪಡಿಪಾಟಿ ಕೊಡ್ತೆ ಚಕ ಬುಳ್ಪುಟ್ಟುಕೊಂಡುള്ള ಕಣ್ಣೆಲ್ಲ ಇದಾಯ್ತು പറഞ്ഞിട്ടുണ്ട്. ಅವನಿಗೆ ತಪ್ಪು ಮನವರಿಕೆ ಆಯ್ತುಂಡು. ನಾನು ನನ್ನೊಟ್ಟಿಗೆ ಬರುമ്പോഴത്തേക്ക് ಅವರು പേടി എടുക്കരല്ലേ ನಾನು ನಾನು ഒന്നും ആക്കില്ല. നിക്ക് എവിടെ നിന്ന് ഈ ഒരു വീട് കിട്ടിയത് സ്കൂളിൽ നിന്ന് കേട്ടെ അല്ല
ಬೇರೆ ಸುತ್ತುള്ള മക്കളൊട്ടിಗೆ അങ്ങോട്ടിಗೆ ನಾನು പോയിട്ട് അവൻ പഠിച്ചിട്ടില്ല. പിന്നെ ഇവിടെ കേൾക്കുമ്പോൾ അവന് ചൊന്തു കൊടുത്ത വിഷയ ആ ഔത്ത് ഒരു വലിയ ബിഗ് സ്ക്രീൻ ഉണ്ട്. അതിൽ ഈ 10ാം ക്ലാസ്സുള്ള ചെറുക്ക ഇടയ്ക്കിടയ്ക്ക് എന്താക്കുക, ഈ മൊബൈൽ മെമ്മറി കാർഡ് കൊമ്പന്ത് കുത്തിയിട്ട് അബ്ബയിലല്ലേ ഫുള്ള് വെച്ചിട്ട് ഇതന്നെ എന്ത് മൂവീസ് ഇതെല്ലാം ഇങ്ങനെ കണ്ടത്. മലയാളത്തിൽ കംപ്ലീറ്റ് അതിൽ കേക്ക് ഇത് ബെടക്ക് ചൊല്ലത് അതെല്ലാം ഉണുക ഭയങ്കര ഇത് ഇടയ്ക്കിടയ്ക്ക് കേട്ടിട്ട് അതിൽ പഠിച്ചതായിട്ട് അബ്ബരമ്മ ആരെങ്കിലും അർസ ബന്നെങ്കിൽ ഇബ്നുൽ കൽബ് ഡാഷിന്റെ മോനെ ചൊന്തു ಬಿಳಿಕೊಂಡು ಚೊಂತು ಅದಾಯ್ತು ಅಬ್ಬರೊಟ್ಟಿಗೆ ಅರ್ಸ ಬಂದ ಬೋನು ಬಿಲ್ಚದು ನಾನು ಅಬ್ಬರೊಟ್ಟಿ ಬಿಲ್ಚಿ ಕೆಟ್ಟದು ಇದಕ್ಕೆ ವ್ಯವಸ್ಥೆ ಹಾಕಿ ಕೊಡ್ತೇನೆ ನಿಂಗಮೇ ಇದಕ್ಕೆ ವ್ಯವಸ್ಥೆ ಹಾಕಿ ಕೊಡ್ತೇನೆ ನಿಂಗಮೇ ಕಾರಣ ಮಕ್ಕಳೊಟ್ಟಿಗೆ നിങ്ങൾ നല്ല ചൊല്ലണം മൻറാമിൻകുമുൽ മുൻകറ ഫൽയുഗയ്യിറുഹു ബിയദിഹി ബെടക്ക് കാണുമ്പോൾ അപ്പളേ തടയുക അത് പായി തീരാ ചൊന്തു ചൊല്ലുള്ളതായ ധൈര്യം കാണിക്കുന്നതാവണായിട്ടിക്കൽ മുഅ്മിൻ മക്കളെ തടവണം. അത് അത്തപ്പുറമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുള്ളിയായിട്ടുള്ള ഹസൻ ഹുസൈൻ ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നൊരു വിഷയം നോക്കണു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കിടന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയിട്ടുള്ളതായ ആൺമക്ക ചെറിയലേ അങ്ങ് യാറെ വഫാത്തായി പോയിരാറ്. പിന്നെ ഉള്ളത് ചെറിയ പുള്ളി ആ വാട്ടിമാവിൽ നിന്ന് പുള്ളിങ്ങളെ കണ്ണെങ്കിൽ നബി തങ്ങൾക്ക് ഭയങ്കര പിർസ ഹസൻ ഹുസൈൻ ചൊന്ത് രണ്ടാളിങ്ങനെ പൊടിച്ചോണ്ടിട്ട് അങ്ങനെ ചെറിയ ഈ തൊതല് മുണ്ടിയ സന്ദർഭത്തിൽ ചെറിയ കാല് വെച്ച് നടക്കുക സ്റ്റാർട്ടാക്കിയ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഒരു ഔട്ടിലു സക്കാത്തിന് വേണ്ടി കൊമ്പന്തുള്ളതായ ഈത്തപ്പളവിടെ റാസിട്ടിട്ടുണ്ട്. മദീന പള്ളിയും അതേ രൂപത്തിൽ അവയും മുട്ടല്ലേ അവ ഈത്തപ്പളവിടെ റാസിട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക കളിക്കുന്നത് ഇങ്ങനെ നോക്കിയിട്ട് ചിരിച്ചോണ്ടുണ്ട്. അജ്ജല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്ജ പിൽസത്തിൽ നോക്കിയിട്ടുണ്ടോ? ആ സന്ദർഭത്തിൽ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുള്ളി അവിടെ ഉള്ളതായ ഈത്തപ്പളയെടുത്തത് അത് കടിച്ചിട്ട് ഇങ്ങനെ അതിര് ബായിക്കിട്ട് പോണ്ടത് കണ്ടിട്ട് ഇതിങ്ങനെ ഉജിമ്പിത്തിങ്ങനെ പോണ്ട കണ്ട സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പമ്മേ ബെഡ് നെഞ്ചിത്തവിടെ കട്ടുന്നു എഞ്ചിട്ട് അപ്പമ്മ കിടാവ് പിടിച്ചിട്ട് ഓടൊരു കിടാവ് പിടിച്ചിട്ട് ചൊന്തു കഹ് കഹ് തുപ്പു ആ സന്ദർഭത്തിൽ ആ കിടാവ് ഞാൻ തുപ്പല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്തു ബായി കൈയിട്ട് തായിത്തപ്പള പിടിച്ച് ബെൽച്ചെറിഞ്ഞിച്ചോണ്ട് പലക്കൊണ്ട് നിനക്ക് സദക ഹറാമോ നബി കുടുംബത്തിക്ക് ഹറാമോ ചൊന്തുള്ള വിഷയം മോനെ നിക്ക് ഗൊന്തില്ല മോനെ ഇത് തിന്നുക തീര മോനെ ഇത് ഹറാമായിപ്പിക്കരു മോനെ ഇത് ഉപയോഗിക്കുക തീര മോനെ ചൊന്തു കിടാവ് ബീച്ചിട്ട് ഒരു ചെറിയ ഒരു കിടാവ് അതിന് തമ്മീസ് പോലും എത്താത്ത പ്രായപൂർത്തിയല്ല തമ്മീസ് പോലും എത്താത്ത കിടാവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചെങ്കിൽ ഞങ്ങളെ മക്കൾ അങ്ങനെ എന്തെങ്കിലും തപ്പു കണ്ടെങ്കിൽ മുണ്ടാവാ ചെറിയലോ ഇങ്ങനത്തെ മൂല്യം ഞങ്ങൾ പഠിപ്പാട്ടി കൊടുക്കണു അവ മക്ക കറക്റ്റ് ആവുന്നു മക്കത് അനുഭവം ആവുന്നു മക്കത് പഠിക്കാറ് മക്ക എഫക്റ്റ് ആവുറാറ് പിന്നെ അതേ രൂപത്തില് മക്കൾക്ക് കൊടുക്കുന്ന ആഹാര അത് ഹറാമിൽ നിന്നാ നോക്കണം ബഡ്ഡിയുടെ പൈസ മക്കൾക്ക് നയിച്ചു കൊടുക്കുക ഒരു ഏർപ്പാടുണ്ട കുറെ അളവുണ്ട് എത്ര മുസ്ലിം ഈ ഇടയ്ക്ക് കേരളത്തില് 1-2 കോടി ഉറുപ്പേരെ വലിയൊരു ജണ്ട് തട്ടിട്ട് പരവെച്ച ഒരാള് കാർബൺ മോണോക്സൈഡ് രണ്ടാമത്തെ നിലയില് AC റൂമിൽ ഓണാക്കിയിട്ട് അത് കെമിക്കൽ മിക്സ് കാർബൺ മോണോക്സൈഡ് അത് ഉത്പത്തിയാക്കിയിട്ട് അയാൾ തെല്ല് മെഡിക്കലായിട്ട് ഗൊന്തുള്ള ആള് ഒരു ഇത് കെമിക്കൽ മിക്സ് ആക്കിയിട്ട് ഇത് കാർബൺ മോണോക്സൈഡ് ഉത്പാദനം ആക്കിയിട്ട് അത് മക്കൾക്കും എല്ലാവർക്കും ആ റൂമിൽ സ്പ്രെഡ് ആക്കിയിട്ട് അത് വലിച്ചിട്ട് എല്ലാം ആത്മഹത്യ ആക്കിയിട്ട് കാരണം എന്താ ഈ റായത്തങ്ങളും പെഞ്ഞായും ചൊല്ലുതെല്ലാം കേട്ടിട്ട് ലോൺ എടുത്തിട്ട് അത് അടക്കുകയാവുകയിട്ടില്ല കണക്ക് കെട്ടുകയുണ്ടില്ല ബഡ്ഡിയുടെ മേലെ ബഡ്ഡി ചക്രബഡ്ഡി അങ്ങനെ ഡബിൾ ആയിട്ട് അങ്ങനെ ആ ഒരു അവസ്ഥയിൽ ടെൻഷനായി വേറെ മാർഗമേ ഇല്ല റായത്ത് ഇത് ബുട്ടുത്ത് എല്ലാം കംപ്ലീറ്റ് ജപ്തി കൊടുത്തെങ്കിൽ അപമാന വേറെ മാർഗമില്ല മക്കൾക്കും ഇത് മണപ്പിച്ചിട്ട് അയാളും സ്വന്തം റൂം കംപ്ലീറ്റ് ലോക്കാക്കിയിട്ട് AC ഇട്ടിട്ട് ആ റൂമിൽ ഇത് വലിച്ചിട്ട് അയാൾ മരിച്ചു പോയിട്ട് മക്കളും പെങ്ങളും ഒരു കുടുംബത്തിന് ധാരണ അന്ത്യ സഹോദരന്മാരെ എത്ര ഈ കഞ്ചനടക്ക പ്രദേശത്തിൽ അങ്ങനെ ജപ്തിയായിട്ടുണ്ടോ ഞങ്ങൾക്ക് എന്തൊക്കെ ദുനിയാവ് ആഖിറത്തിൽ വേണ്ടിയിട്ടുള്ളതായ ഒരു കൃഷി ജാഗ മാത്ര തെല്ലുനാൾ മാത്ര ഒരു ബസ് സ്റ്റാൻഡ് പോലെ ഇവിടെ ചെയ്ക്കുക വേണ്ടിയിട്ട് ആൾമാരെ കാണിക്കുക വേണ്ടിയിട്ട് ലോൺ എടുത്തിട്ടും അതേ രൂപത്തിൽ ആൾമാരെ ബഡ്ഡിക്ക് പൈസ എടുത്തിട്ടും ചെയ്യിക്കരുത് എത്ര ആയിട്ടിക്കരുത് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയ ഹദീസ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിബ ബഡ്ഡിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാക്കിറ്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഡ്ഡിരെ ഹറാമാക്കിരെ. ബഡ്ഡിരെ മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാക്കിയത്, ಅದರ ಕಾತಿಬ ಎಲ್ದಿರೋರು ಅದರ ಹಾಕಿಲ್ಲ, ಅದರ ತಿನ್ನರೋನು ಮುಕ್ಕಿಲ್ಲ, ಅದರ ಕೊಡುಕರೆ ಬೇರೆ ಮಕ್ಕಳಿಗೆ ಕೊಡುಕರೆ ಎಲ್ಲರೆയും ഹറാമാക്കിರು. അതിന് സാക്ഷി നിൽക്കരുത്, ജാമ്യ നിൽക്കുന്ന ആൾമാരെയും അള്ളാന്റെ റസൂൽ ശാപ വെച്ചിരു. പിന്നെ എങ്ങനെ സഹോദരന്മാരെ, ബഡ്ഡി എടുത്തിട്ട് നമുക്ക് അവ കെട്ടുക അവിടെ, ബഡ്ഡി എടുത്ത് നമുക്ക് വാഹനം എടുക്കുക അവിടെ, ബഡ്ഡി എടുത്ത് നമുക്ക് ബിസിനസ് തുടങ്ങുക അവിടെ, ബഡ്ഡി എടുത്ത് നമുക്ക് ആഡംബര നിക്കാഹ് ആക്കുക അവിടെ, ബഡ്ഡി എടുത്ത് നമുക്ക് വേറെ ഉള്ളതായ ഡ്രസ്സും വേറെ അവസ്ഥയിലാക്കുക അവിടെ. വിശ്വാസികളെ വിളിച്ചു ചൊല്ലത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ ബഡ്ഡി തിന്നോകു തീരാ, ഡബിൾ ആക്കിയിട്ടുള്ളതായ ബഡ്ഡി ഉണ്ടല്ലേ, അത് നിങ്ങൾ തിന്നോകു തീരാ ചൊന്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെ പടിപ്പാട്ടി തരുമ്പത്തുകോ. ഞങ്ങൾക്ക് എങ്ങനെ ബഡ്ഡി തിന്നോക അവിടത് ഹറാമല്ലേ? ബഡ്ഡിരെ ചെറിയൊരു ഭാഗസാന ಅದು ಸ್ವಂತ ಉಮ್ಮರೊಟ್ಟಿಗುಳ್ಳದಾಯ ವ್ಯಭಿಚಾರಕ್ಕೆ ರಸೂಲ ಪಡಿಪಾಡಿ ತರುಂಬತ್ತುಗು ಬಡ್ಡಿರ ಪೈಸ ಮಕ್ಕಳು ತೀರ್ಪಾಡೋಗು ತೀರ അങ്ങനത്തെ ആ ഒരു തീപ്പാട്ടി കൊമ്പ് നിങ്ങൾ എടുത്തു കൊടുത്തെങ്കിൽ ಆದರೆ ಎಫೆಕ್ಟ್ ಈ ಮಕ್ಕಳಿಗೆ ಬಂದು ಹರಾಮು ತಿಂತು ಬಳಕರದಾಯ ತಡಿಲು ಹರಾಮು ಪ್ರವರ್ತಿಕೊಳ್ಳದಾಯ ಟೆಂಡೆನ್ಸಿ ಬಂದು ಅಮಲ ಪದಾರ್ಥ ತಿನ್ನುವಾರು ಅನ್ಯ ಪುರುಷಮಾರೊಟ್ಟಿಗೆ ಓಡಿಪೋಂಡಾರು ಎಲ್ಲ ಹಾಕುವುದು ಕಾರಣ ಅವಡು. അതുകൊണ്ടിತ್ತು ಬಡ್ಡಿ ಮಾಯ್ತುള്ള ಏರ್ಪಾಡು ನಂಗೆ ಬಡ್ಡಿ ಬೇಡ, ನಾನು ഭയങ്കര കഷ്ടത്തിലും പട്ടിണി കിടന്നെങ്കും ഞങ്ങൾക്ക് അങ്ങനത്തെ വേണ്ട ചൊന്തുള്ളതായ ചിന്ത വേണു. സ്വഹാബി പെണ്ണിങ്ങ അങ്ങളെ മാപ്പിളൊട്ടിക്ക് ചൊന്നിട്ടുള്ള പലക്ക ഇന്നാ നസ്ബിറു അലൽ ജൂ, ഞങ്ങൾ പട്ടിണി കിടന്ന് തണ്ണി വേണം കുടിച്ച് ജയിക്കുക. വലാ നസ്ബിറു അലന്നാർ, നരക ശിക്ഷ കിട്ടുന്ന അവസ്ഥ ഞങ്ങൾക്ക് അതാവുക തീരാ ചൊന്തു പടിപ്പാടി തരുമ്പത്തുകു. കുറെ കുടുംബ ബഡ്ഡിരെ ആ ഒരു കരാള ഹസ്തത്തിൽ കിട്ടിട്ട് കുറെ ആള് മൗത്തായി ഉണ്ടുള്ളാറ്, ആത്മഹത്യാക്കി ഉണ്ടുള്ളാറ്, ടെൻഷനായി ഉണ്ടുള്ളാറ്. അങ്ങനെയുള്ളതായ ഒരു അവസ്ഥ ഞങ്ങൾക്ക് പറവു തീര. മുസ്ലിം സമൂഹത്തിന് കല്ല് മയക്കുമരുന്നു അതേ രൂപത്തിലുള്ളതായ ലഹരി അമൽ പദാർത്ഥ ബഡ്ഡി ഹറാമായ സമ്പാദ്യ ഒന്നും ഹലാലല്ല ചൊന്തു ഞങ്ങൾ മനസ്സിലാക്കണു. അങ്ങനെ ആ ഞങ്ങൾ നല്ല ರೂಪത്തിൽ ഞങ്ങൾ ചെയ്യിക്കുക വേണ്ടി അള്ളാഹുರೊಟ್ಟಿಗೆ ಪ್ರಾರ್ಥನೆ ಹಾಕೋಣ, ಪ್ರವರ್ತಿಕೋಣ. ಚೊನ್ನ ವಿಷಯ ಒಮ್ಮೊಬ್ಬರಿಗೆ ಮಕ್ಕಳೊಟ್ಟಿಗುಳ್ಳ ಬಾಧ್ಯತೆ ഞങ്ങൾ ನಿರ್ವಹಣೆ ಹಾಕ್ಯಂಗೆ ഞങ്ങളെ മക്ക കറക്റ്റ് ആവിടാറ്. ഗാഞ്ച ആഫീമു അങ്ങനത്തെ ഒരു ദുഃഖം പോണ്ടല്ലേ പോലെ അങ്ങ് അമൽ പദാർത്ഥ സേവന ആക്കലെ കുടുംബത്തിൽ സ്വസ്ഥമായി തങ്ങ് കിട്ടുവാറ്. അതേ രൂപത്തിൽ ബഡ്ഡി നിന്നിട്ട് ദൂരെ നിൽക്കണം ചൊന്തുള്ള ഒരു ഉപദേശായിട്ടിങ്ങനെ ചൊന്തുള്ളത്. ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് ഇനിയും ഇങ്ങനെയുള്ളതായ ക്ലാസും അതേ രൂപത്തിൽ ഒരു ജനജാഗ്രതി വെക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരുമാറാവട്ടെ. എല്ലാ ഭാഗത്തും സഹോദരന്മാർ കേട്ടത് ജീവിതത്തിൽ അത് കൊമ്പറുക അല്ലാഹു തൗഫീഖ് തരട്ടെ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.